ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അടുത്തതായി വീണ്ടും MCAയിൽ നിന്നും അരുൺകുമാർ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. അരുൺകുമാർ ആരാന്ന് ചോദിച്ചപ്പോൾ ബാക്കി എല്ലാവരും നോക്കുന്നുണ്ട്, അളിയൻ മാത്രം ഇങ്ങനെ. വേറെ ഏതെങ്കിലും അരുൺകുമാർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എവിടെയാണ് അരുൺകുമാർ? ആലുവ. ആലുവ സ്വദേശിയാണ്. ഓക്കെ. ആലുവയിലൊക്കെ ഒരുപാട് നടന്മാർ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി വിലസിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? സേതുരാമയ്യർ സ്റ്റൈലാണ്. അഹന്ത. അഹന്തയില്ലാത്ത ഉടൽ ചുട്ടുകൊള്ളുന്ന ആല പോലെയാണ്. ആ ദിവ്യശക്തിയുടെ ഉരുക്കിനെ നിറയാനാകൂ. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് ആടുജീവിതം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? അഹന്ത. അതില്ലാതാകാൻ അഹന്ത എന്ന ഉടൽ ചുട്ടുകൊള്ളുന്ന ആല പോലെയാണ്. ആ ദിവ്യശക്തിയിലൂടെ ഒഴുകി നിറയാനാകൂ. ഒഴുക്ക് തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാകും വജ്രായുധം. അതില്ലേ പൊക്കോട്ടെ. താങ്ക് യു. ഞാനതിനോട് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അടുത്തതായി ഒരു കിടിലൻ നടി എൻ്റെ തൊട്ട് പുറകിൽ കുറച്ച് നേരം വിളിച്ചിരിക്കുന്നു. അലീഷയെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. അലീഷ തകർക്കുമെന്ന് എനിക്കറിയാം. ഇനി വാ ശരി. എവിടെ സ്ഥലം? എവിടെ അലീഷയുടെ? കൊടുങ്ങല്ലൂർ. ബസ്സിനാണ് വരുന്നത് അല്ലേ? കോളേജ് ബസ്സിന് വരും. കറക്റ്റ് സമയത്തിന് എണീക്കും, കൃത്യമായിട്ട് വരും അലീഷ. അഭിനയം കാണാം നമുക്ക്. ആക്ഷൻ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് എന്നറിയാമോ? സൂപ്പർ അഭിനയം. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? ഈ കൈയൊക്കെ ഇച്ചിരി അഴിച്ചിട്ടാ, ഇച്ചിരി പവറോട്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് എന്നറിയാമോ? അഹന്ത. അതില്ലാതെയാകാൻ. അഹന്തയില്ലാത്ത ഉടൽ പൊള്ളുന്ന ആല പോലെയാണ്. ആ ആലയിലെ ദിവ്യശക്തിയുടെ ഉരുക്കിനെ ഒഴുകി നിറയാനാകും. ആ ജീവിക്കുന്ന ആയുധമാണ് വജ്രായുധം. പറയുന്നത് കാണാൻ പഠിച്ചല്ലേ എല്ലാം കേട്ട്. പെണ്ണിന്റെ നാക്ക് തോക്കിനേക്കാളും പവർഫുൾ ആണടാ പാപ്പി. നോ കൺഫ്യൂഷൻ. താങ്ക്സ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഡയലോഗ് വളരെ ശാന്തിയാണ് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റൻസ് ആയിട്ട് പറഞ്ഞ ഡയലോഗാണ്. ഇനി ഒരു ആളും കൂടി ബാക്കിയുണ്ട് ഇൻറ്റൻസ് ആയിട്ട് പറയാൻ. മുസമ്മിൽ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. കൈയടിച്ചോണ്ട്. എവിടെ മുസമ്മിൽ സ്ഥലം? കൊരട്ടി, ചാലക്കുടി കൊരട്ടി സ്വദേശി. പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണോ? കൊരട്ടിയിലെ സ്റ്റേഷൻ. കൊരട്ടിയുടെ അകത്തോട്ട് പോകണോ അല്ലേ? ശരി. ആക്ഷൻ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? അഹന്തയില്ലാതാകാൻ. അഹന്തയില്ലാത്ത ഉടൽ പൊള്ളുന്ന ആല പോലെയാണ്. ആ ആലയിലെ ദിവ്യശക്തിയുടെ ഒഴുക്കിനെ ഒഴുകി നിറയാനാകൂ. അങ്ങനെയുള്ള ജീവിതമാണ് ആ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? അഹന്തയില്ലാതാകാൻ. അഹന്തയില്ലാത്ത ഉടൽ പൊള്ളുന്ന ആല പോലെയാണ്. ആ ആലയിലെ ദിവ്യശക്തിയുടെ ഒഴുക്കിനെ ഒഴുകി നിറയാനാകൂ. ആ ആയുധത്തിനെയാണ് വജ്രായുധം എന്ന് പറയുന്നത്. ആലയിലെ ദിവ്യശക്തിയുടെ ഞാൻ പറഞ്ഞു. ആ ആലയിലെ ദിവ്യശക്തിയുടെ ഒഴുകി നിറയാനാകൂ. അങ്ങനെ ഉണ്ടാക്കുന്ന ആയുധമാണ്. ഉണ്ടാക്കാറുണ്ട് കുറെ അല്ലേ? ആ ആയുധമാണ് വജ്രായുധം. അങ്ങനെ ഉണ്ടാക്കിയത്. അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തിന്? അങ്ങനെ മൈജി ബെസ്റ്റ് സീസൺ 2 SNGS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള അഭിനേതാക്കളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും ബെസ്റ്റായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്ത ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾക്ക്. കാര്യം എല്ലാവരും ഒരു പരിങ്ങൽ വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത്. എന്നാലും അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു ബെസ്റ്റ് പെർഫോമർ ആരായിരിക്കും? ഒരു ക്ലൂ ഞാൻ തരാം. BTS നന്ദുവിനെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. ഇങ്ങോട്ടോ. അതെന്താണ് അത്? വിസിലാണോ? ഞാൻ വിചാരം തന്നെയാണെന്ന്. BTS നന്ദുവാണ് ബെസ്റ്റ് പെർഫോമർ. ഹലോ സോറി, ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. നന്ദു ബൈജു ആണ് ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടല്ലേ? വെറുതെ സന്തോഷം മാത്രമല്ല, മൈജി അറിയോ? മൈജിൽ പോറണ്ടോ? മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനവും നമുക്ക് കൈമാറാനുണ്ട്. കയ്യടിയോടുകൂടി നമുക്ക് നന്ദുവിനെ കൈമാറാം സുഹൃത്തുക്കളെ. തുടർന്ന് അഭിനയിക്കുക. അടിപൊളിയാക്കാം കേട്ടോ.
അതോടുകൂടി മൈജി ബെസ്റ്റ് എന്ന ബെസ്റ്റ് സീസൺ 2 SNGS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അഭിനേതാക്കളും പഞ്ച് ഡയലോഗ്സും കിടിലൻ അഭിനയ മുഹൂർത്തങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.